കഴിഞ്ഞ ദിവസം ക്ഷേത്രദർശനത്തിനെത്തിയ നവ്യ നായരുടെ വീഡിയോ വൈറലായിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നാലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് നവ്യ നായർ എന്തൊക്കെയാണ് സമർപ്പിച്ചതെന്നും എന്തൊക്കെ പൂജകളാണ് നടത്തിയതെന്നുമുള്ളൊരു വീഡിയോ ആണ് പുറത്തു വരുന്നത്. അതീവ സുന്ദരിയായി നിൽക്കുന്ന നവ്യ നായരെ ശ്രദ്ധിക്കുന്നതിന് പകരം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് നവ്യ വഴിപാട് തീർക്കുന്നതാണ്. അവിടുത്തെ നാഗരാജാവിന് സ്വർണ്ണമകുടിയും മഴവും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നവ്യ. എന്നാൽ എന്തിനാണ് സ്വർണ്ണമകുടിയും മഴവും നൽകിയതെന്ന് അറിയില്ല എന്നും പ്രേക്ഷകർ പറയുന്നു. എന്നാൽ അവിടുത്തെ ചടങ്ങ് തന്നെയാണ്. നവ്യ നായർ നാഗദൈവത്തിന് സമർപ്പിച്ച ഒരു സമ്മാനമാണിത്. അങ്ങനെ സമർപ്പിക്കുന്നവരാണ് അവിടെ ഭൂരിഭാഗം പേരും. നാഗദൈവങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ച നവ്യ നായർ ഇപ്പോൾ ക്ഷേത്രം മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് വൈറലാകുന്നത്. പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ നവ്യ നായർ വന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവസാനം ക്ഷേത്രനടയിലെത്തി നാഗരാജാവിന് സമർപ്പണം നൽകിയതിനു ശേഷമാണ് നവ്യ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത്. നവ്യ നായരെ കാണാൻ തന്നെ നിരവധി പേർ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. വൻ ജനാവലിയും തിരക്കുമൊക്കെയായിരുന്നു. ചൂടുകൊണ്ട് അവസാനം നവ്യ നായർ അവിടെ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു ആദ്യം വൈറലായത്. പേരമംഗലം ശ്രീ നാഗരാജ ക്ഷേത്രം വളരെയധികം പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. 27 ദേവതകൾ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൊരു വലിയ ക്ഷേത്രം തന്നെയാണ് പേരമംഗലം. ഈ ക്ഷേത്രത്തിലൊരു പ്രധാന വഴിപാടാണ് ആയുധ സമർപ്പണം. പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഗദയും ശൂലവും ഏന്തിയ നാഗരാജാവാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഗദയും മകുടിയും ഒക്കെ നൽകി ഇപ്പോൾ നടത്തുന്നത്. നവ്യ നായർ എന്ന വ്യക്തിയെ കാണുവാൻ വന്ന ജനങ്ങളല്ല എന്നാണ് നിരവധി പേർ പറയുന്നത്. പക്ഷേ അന്ന് അവിടെ ഉത്സവം നടന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം അവിടുത്തെ നാട്ടുകാരും ആളുകളും ആ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ നവ്യ നായർ എത്തിയപ്പോൾ തിക്കും തിരക്കും വർദ്ധിച്ചു എന്ന് പറയാം. നവ്യയെ കാണാനായി എത്തിയ ആളുകൾ ഒരു വശത്ത് വല്ലാതെ തടിച്ചുകൂടി. ഇതോടെ നവ്യയ്ക്ക് പുറത്തിറങ്ങാൻ പോലും ആകാത്തൊരവസ്ഥയായി മാറി. ഉത്സവ സമയത്ത് അമ്പലത്തിൽ താരങ്ങൾ എത്താറില്ല. എന്നാൽ നവ്യ പതിവ് തെറ്റിച്ചെത്തി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും നവ്യയോടൊപ്പം ചിത്രമെടുക്കാനും നവ്യയെക്കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ എത്തിയിരുന്നു. നവ്യയുടെ വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർ കാണിച്ചത്. ക്ഷേത്രത്തിലെത്തി തന്റെ വഴിപാട് തീർത്ത നവ്യയ്ക്ക് പുറത്തിറങ്ങാൻ പോലും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം അമ്പലങ്ങളിൽ എത്തുന്ന നവ്യ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. തന്റെ നേർച്ച നയിക്കാൻ വേണ്ടിയായിരുന്നു നവ്യ നായർ എത്തിയത്. മകനെയും കൂട്ടി വരാമായിരുന്നു എന്നാണ് നിരവധി പേർ പറഞ്ഞത്. നല്ല ചൂടും തിക്കും തിരക്കും കാരണം നവ്യ നായർ കുറേയധികം കഷ്ടപ്പെട്ടത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. എന്നിട്ടും ഒരാളോട് പോലും ദേഷ്യപ്പെടാതെ എല്ലാവരോടും വളരെ സമാധാനത്തിലായിരുന്നു നവ്യ കാര്യങ്ങൾ സംസാരിച്ചത്. നവ്യയുടെ ആ സ്വഭാവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ മുമ്പും വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നവ്യ നാഗരാജാവിന് സമർപ്പണം നടത്തി തന്റെ നേർച്ച പൂർത്തീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ മുന്നിലെത്തി ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ച് നടയിൽ പ്രാർത്ഥിച്ച മകുടിയും ചൂലവും വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു സേവയും പൂജയും തന്നെയാണ് ആയുധ സമർപ്പണം. പ്രധാനമായി ഇവിടെ വന്ന് എല്ലാവരും അത് തന്നെയാണ് ചെയ്യാറുള്ളതും. സ്വർണ്ണത്തിൽ പൂശിയത് നൽകുമ്പോൾ തന്നെ താരത്തിന്റെ സമ്മാനമാണെന്നും അതെപ്പോഴും നാഗരാജാവിന് ചൂടാമല്ലോ എന്നുമാണ് ഇപ്പോൾ നവ്യ തന്നെ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.